റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന മത്സര റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മുസ്തഫ. ലെറ്റ്സ് വെൽക്കം മുസ്തഫ ഓൺ ടു ദ സ്റ്റേജ്. മുസ്തഫ, എങ്ങനെയുണ്ടായിരുന്നു റിയൽ ലൈഫ് സിറ്റുവേഷൻ? എന്താണ് ചെയ്തത്? ഞാൻ അന്ധനായിട്ടുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരനാണ് ചെയ്തത്. ഓക്കെ, എന്നിട്ട് എങ്ങനെയാണ്? വല്ല ലോട്ടറി വിറ്റോ? പിന്നെ ലോട്ടറി വിറ്റു, 3 ലോട്ടറി വിറ്റു. 3 ലോട്ടറി വിറ്റു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, സിമ്പതി ഒന്നും ഇല്ല ആളുകൾക്ക്. അതൊന്നുമില്ല. അത് ശരി. ചില ആളുകളൊക്കെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചു, പിന്നെ ഒരു കാണാൻ ട്രാഫിക് പോലീസൊക്കെ സഹായിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ നമുക്ക് അതൊരു കണ്ടു നോക്കിയിട്ട് ബാക്കി പറയാം അല്ലേ, എങ്ങനെയുണ്ട്. മുസ്തഫ, എന്തായിരുന്നു എങ്ങനെ ആസ് ആൻ ആക്ടർ വാട്ട് യു ഫീൽ? ഇവിടുന്ന് അസൈൻമെന്റ് തന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് ഇതേ ക്യാരക്ടറിനെ കിട്ടി, അന്ധനായ ലോട്ടറി കച്ചവടം. അപ്പോൾ ഞാനത് മൊബൈലിൽ ഒന്ന് എടുത്ത് മൂപ്പരെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം പുള്ളി ഗ്ലാസ് ഒന്നും വെച്ചില്ലായിരുന്നു, പക്ഷെ ഞാൻ ഗ്ലാസ് വെച്ചപ്പം കുറച്ചും കൂടി ആ ലുക്ക് വരും തോന്നി. പിന്നെ ക്യാരക്ടർ ഫസ്റ്റൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ത്രാട്ട് കളിക്കാന്നുള്ളതൊക്കെ തോന്നി. പിന്നെ അങ്ങനെ പതുക്കെ അതിങ്ങനെ കയറി നമ്മളായി. പിന്നെ ആ വെയിലത്ത് നിന്നിട്ട് ഭയങ്കര തൊണ്ട വരണ്ട്, ശബ്ദമൊന്നും പുറത്തേക്ക് വരില്ല. ഇങ്ങനെ കൂടുതൽ ഡയലോഗ് വരണ്ടെന്ന് ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ട ആള് സാർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഡയലോഗ്സ് ഒന്നുമില്ല. അത് എടുക്കണം എന്ന് പറയുന്നില്ല, ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞില്ല, ഏത് ദിവസത്താന്ന് പറഞ്ഞില്ല, ഒന്നും പറയില്ല. അപ്പം ഞാനും അതുപോലെ തന്നെ കൂടുതൽ ഡയലോഗ് ഒന്നും പറയാൻ നിന്നില്ല. അണ്ണ എന്നുള്ള വിളി മാത്രം. ആ വിളി കൊണ്ടാണെന്ന് തോന്നുന്നു 3 വിറ്റുപോയത്. എന്നിട്ട് ഇത് എവിടെ വെച്ച് നിർത്തണം എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു അതോ? ഇല്ല, സ്റ്റോപ്പിംഗ് ഒന്നും ആലോചിച്ചില്ലായിരുന്നു. എങ്ങനെ പോകുന്ന അറിയില്ലല്ലോ. നടന്ന് വിറ്റ് പോയോ? ഓക്കെ. ഏത് സ്ഥലത്താ ചെയ്ത മുസ്തഫ? തമ്പാനൂർ വരെ KSRTC സ്റ്റാൻഡിന് കുറച്ചപ്പുറത്ത്. ആദ്യം വേറൊരു ലൊക്കേഷൻ നോക്കി, അപ്പോൾ അവിടെ ആളുകളൊന്നുമില്ല, പിന്നെ ഷിഫ്റ്റ് ചെയ്ത് അവിടെ. അല്ല മുസ്തഫ, ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം പറഞ്ഞില്ലേ ഈ ആദ്യം തുടങ്ങിയപ്പം എനിക്ക് അത്ര ഇതിങ്ങോട്ട് വന്നില്ല, പതുക്കെ വന്ന്. അപ്പം മുൻകൂട്ടി റിഹേഴ്സലൊന്നും ചെയ്തില്ലേ? റിഹേഴ്സലൊന്നും ചെയ്തില്ല. അല്ല എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു അത് വേണം, അല്ല ഒരു പ്രിപ്പറേഷൻ വേണം. മുമ്പ് അതെന്താ സാറേ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആളുകളുടെ ഇടയിൽ പോയിട്ടാ വണ്ടി നിൽക്കുന്നത്. അല്ല അത് ശരി, ഞാൻ അതല്ല പറഞ്ഞത്. ഇതാണ് ക്യാരക്ടർ ചെയ്യാൻ പോകുന്നു നേരത്തെ തീരുമാനിച്ചല്ലോ. അപ്പോൾ ട്രെയിനിൽ വെച്ച് ഒരാളെ കണ്ടപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇത് ചെയ്യാം, നമ്മൾ വീഡിയോ എടുത്തു. ഏകദേശം നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ അതായത് ഈ സ്ഥലത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ അല്ലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതാകണം. കുറേശ്ശെ ആയി വന്നില്ലേ? റെസ്പോൺസ് ഇല്ലാന്ന് കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നി, നമ്മളത് ചളവാണോ ആക്ട് ചെയ്യണം തോന്നിയോ എന്നൊക്കെ. അപ്പൊ വെച്ചാൽ 2 വണ്ടി ക്രൗഡിന്റെ ഇടയിൽ പോയിട്ട് നിർത്തി, 2 സൈഡിൽ നിർത്തി. എന്നോട് പറഞ്ഞു കൂളായിട്ട് ഇറങ്ങി നടന്നോ, ഒരു വടിയുണ്ട്, സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ വടിയായിട്ട് കൂളായിട്ട് നടന്നു. അപ്പോൾ ഒരു സൈഡിലൂടെ വടിയായിട്ട് കൂളായിട്ട് അങ്ങ് നടന്നു. അപ്പുറത്ത് പോയി ക്രോസ് ചെയ്തു. എന്നിട്ട് ചുമരിൻ്റെ അടുത്തേക്ക് മറിഞ്ഞിങ്ങനെ നിന്നു, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട്. എന്നിട്ടാണ് ഗ്ലാസ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ലോട്ടറി കച്ചവടക്കാരുണ്ട്. അവൻ ഗ്ലാസ് വെച്ചുകൊണ്ട് ഞാൻ മൂപ്പര് പതുക്കെ നോക്കിയേ. മൂപ്പര് നോക്കണ്ട, അപ്പം മൂപ്പര് നോക്കണമെന്നില്ല. പിന്നെ അങ്ങനെ ചുമരൊക്കെ തപ്പിയിട്ട് അങ്ങ് തുടങ്ങിയത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ആളുകൾ ഇത് പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തോന്നി ഇത് തിരിച്ചറിഞ്ഞുണ്ടാവോ എന്നുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ക്യാരക്ടറായി വന്നു. ഒന്ന് സഹായിക്കണോ? ലോട്ടറി എടുക്കണോ? സഹായിക്കണോ? ഞാൻ ഭാഗ്യം കേട്ടാനാണോ? അത് നിങ്ങളെടുത്തോ? അതെങ്കിലും ഒന്നിഞ്ഞ് തന്നേരേ, നാളത്തേക്കുള്ള തന്നെ. ഡേറ്റ് ഉണ്ടാവണോ? 10 സഹായിക്കണോ? നാളെ എടുക്കുന്ന ഓർഡറാണ്.
നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. ചില്ലറ ഉണ്ടോ 50? ചില്ലറ ഉണ്ടോ? അത് ടിക്കറ്റ് നിങ്ങൾ എടുത്താണോ? നാളെ ഡേറ്റ് നോക്കി. അപ്പുറത്തെ കിടക്കും. ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ തണലുള്ള ഭാഗത്ത് മുസ്തഫ 2-3 ലോട്ടറി അതിലായി പോയി. ഈ 2-3 ലോട്ടറി വിട്ടല്ലോ, ആ പൈസ എന്താ ചെയ്തേ? അറ്റ്ലീസ്റ്റ് ഒരു മുട്ടായി എങ്കിലും ഇവിടെ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ? അല്ല, അത് പൈസ കൊടുത്ത് മേടിച്ചായിരുന്നല്ലോ. അതില് കോമ്പൻസേറ്റ് ചെയ്തല്ലേ? ഓക്കെ സർ. കൊള്ളാം, ഗംഭീരമായിരുന്നു. താങ്ക് യു സാർ. അതൊരു ഞാൻ മുമ്പേ പറഞ്ഞ തന്നെ ഇത് വളരെ റിയൽ ആയിട്ട് തന്നെ തോന്നും. ഒരു അഭിനയത്തിന് ഒരു ലാഞ്ചന പോലും ഇല്ല. ഗംഭീരമായിരുന്നു. പിന്നെ മറ്റൊന്നും ഈ 2 കൂട്ടരും വന്നപ്പോൾ ഈ പോലീസുകാർക്കിട്ടാണല്ലോ പണി കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഇത് പോലീസുകാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതത്തിൽ ഇങ്ങനത്തെ ഉപകാരം ആരെയും സഹായിക്കില്ല. അല്ല, പോലീസുകാരെ സംബന്ധിച്ച്, കാരണം അവരിങ്ങോട്ട് കയറി വന്നിട്ട് ഇടപെട്ടോ. ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് പുള്ളി അപ്പുറത്ത് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കൂട്ടി അങ്ങ് പോയത്. അപ്പോൾ നല്ലൊരു പോലീസുകാരന് വേണ്ട ഗുണഗണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക താങ്ക്സ് പറയേണ്ടതാണ്. താങ്ക്സ് പറയാം. അത് പിന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട് നമ്പർ. പിന്നെ നമ്മളെ ക്രൂവിൽ ആരോ പോയിട്ട് പറഞ്ഞത് ഷൂട്ടാണ് സാർ, പുള്ളിനോട് പറഞ്ഞു. അപ്പം എന്നാ എൻ്റെ നമ്പർ എഴുതിയെടുത്തു, നിങ്ങൾ വരുന്ന ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം എന്നെ അറിയിക്കണം. അത് കൊള്ളാം. ഇത് എങ്ങോട്ടാ പോകുന്നത് അതാ ചോദിച്ചാൽ ആദ്യം. അത് കിട്ടിയില്ല തോന്നുന്നുണ്ട്. ഇത് എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു തണല് നോക്കി പോവാണെന്ന്. അപ്പൊ തണലത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഇതല്ലേ തണല്. പിന്നെ വേറെ വലിയ ഗുണമുണ്ട്, ഡയലോഗ്സ് ഒക്കെ ഇംപ്രവൈസ് ഡയലോഗ്സ് കറക്റ്റ് ഡയലോഗായിരുന്നു. ആള് കൂടുതലുള്ള സ്ഥലത്ത് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞല്ലായിരുന്നു. നന്നായിരുന്നു, വളരെ ഭംഗിയായിരുന്നു. താങ്ക്സ്. മുരളി സർ. മുസ്തഫ നന്നായിരുന്നു, എക്സലൻറ്റ്, നന്നായിരുന്നു. പിന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒരു സ്ഥലത്തുണ്ട്. എനിക്ക് ആ കോസ്റ്റ്യൂം ഇഷ്ടമായില്ല. കുടാബീൻ കുറച്ച് ഗ്ലാമറായി പോയോ എന്നൊരു സംശയം എനിക്ക്. കോസ്റ്റ്യൂം കുറച്ചൊരു എൻ്റെ കയ്യിലുള്ളതിന് ഏറ്റവും ഗ്ലാമർ കുറഞ്ഞ സാർ ആണോ? അപ്പോൾ മൊത്തം ഗ്ലാമർ ആണല്ലേ? ഇവിടെ കീറിയതൊക്കെ ഉണ്ടല്ലോ സാർ. ഇല്ല അത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു ബ്രൈറ്റർ ഷെയ്ഡ് ആയതുകൊണ്ട് ടിപ്പ് ടോപ്പായിട്ട് തോന്നി. അത് മാത്രമേ ഉള്ളൂ. അത് അഭിനയത്തെ ബാധിച്ചു എന്നല്ല പറയുന്നത്, കാണുന്ന സമയത്ത് പറയുന്ന എല്ലാ മൊമെൻറ്റ്സും വളരെ വളരെ ഭംഗിയായിരുന്നു, വളരെ തന്മയത്തോടെയാണ്. എന്നാലും ഈ ലോട്ടറി വാങ്ങി എന്നുള്ള തന്നെ അതിൻ്റെ ഒരു വലിയ വിജയമാണ് അല്ലേ? അത് വിശ്വസിച്ചു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ അടുത്ത് ഈ നിങ്ങളൊന്ന് വാങ്ങി ഒരു ചെറിയ കോഴിക്കോടൻ തിരുവനന്തപുരമാണ് എനിക്ക് തോന്നിയത്. അത് പക്ഷേ ആ നിൽക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഒന്നുകൂടി ഞാൻ ചോദിക്കാം, ആസ് ആൻ ആക്ടർ, വാട്ട്സ് ദ ഫീലിംഗ്? എന്താ പറയുക, നല്ലൊരു എക്സസൈസ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആളുകൾ പ്രതികരിക്കുമ്പോൾ അവർ വളരെ റിയലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ റിയലാ, അപ്പോൾ നമ്മൾ ആക്ട് ചെയ്യണം റിയൽ ആവണ്ടേ? അതെ. ആ രീതിയിലായിരുന്നു എനിക്കത് തോന്നിയിട്ടുള്ളത്. അതെ. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലൊന്നും ചെയ്യണമെന്നോ അല്ലെങ്കിൽ കൂടുതൽ ഡയലോഗ് പറയണമെന്നോ ഒന്നും അപ്പം തോന്നിയില്ല. ഈ ഡയലോഗ്സും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തല്ല അല്ലേ? വരുന്ന അനുസരിച്ച്. അതെ അല്ലേ? വെരി ഗുഡ്. സിത്താര ചേച്ചി. മുസ്തഫ നമസ്കാരം. നമസ്കാരം. വളരെ നന്നായിരുന്നു. താങ്ക് യു മാം. മുസ്തഫയ്ക്ക് എപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, സെൻസ് ഓഫ് ഹ്യൂമർ നന്നായിട്ടുള്ള ഒരു ആക്ടറാണ്. അത് പോലീസുകാരൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു, പാവം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോസ് ചെയ്യിച്ചു കൊടുത്തതും പോരാ, നിഴലിലേക്ക് ആക്കി വിടണം എന്ന്. അല്ലല്ല, വെയില് ഇല്ലാണ്ട് അത് പറഞ്ഞില്ലേ, തണല് നോക്കി വിടണം എന്ന് പറഞ്ഞു. നന്നായിരുന്നു അത്. ക്യാരക്ടർ കട്ടായ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. എൻ്റെ കൈവിട്ടു പോയോ? അല്ല, കൈവിട്ടുപോയതല്ല. ഞാനിങ്ങനെ ആക്ട് ചെയ്ത് വന്നു. ഓരോ ഓട്ടോക്കാരൻ്റെ ഓട്ടോ ഒക്കെ ഇങ്ങനെ തപ്പി ഇങ്ങനെ വന്ന് നിന്നു. നിൽക്കുന്ന സമയത്ത് നമ്മളെ ക്രൂവിൽ ഒരാൾ വന്നിട്ട്, മുസ്തഫ നമ്മളെ 2 വണ്ടി അപ്പുറത്തുണ്ട്, അവിടെ വന്നിട്ട് കയറണമെന്ന്. ഈ ഓട്ടോക്കാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. മെല്ലെ അവിടെ നിന്ന് സ്കൂട്ടായി. ഗംഭീരമായിട്ട് അഭിനയിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താ വന്നത്. രസകരമായിട്ടുള്ള ഒരു ഇതായിരുന്നത്. നല്ല രസമുള്ള റൗണ്ടാണത്. ഓക്കെ, നന്നായിരുന്നു മുസ്തഫ. വെരി ഗുഡ്. താങ്ക് യു മാം.